ടാസ്ക് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഏത് ടാസ്ക് ആയാലും ആ ടാസ്ക് ഏറ്റവും മനോഹരമായിട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ആ ടാസ്കിൽ തന്നെ ബിഗ് ബോസ് ഒളിപ്പിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ബ്രെയിൻ യൂസ് ചെയ്ത് വേണം എല്ലാ ടാസ്കും കേൾക്കാൻ. ഈ വീക്കിലെ ടാസ്ക് നൂതില ചെരുപ്പ് ഫാക്ടറി. നൂതില ചെരുപ്പ് ഫാക്ടറി ഇത് നിങ്ങളുടെ വീക്കിലെ ടാസ്ക്. ഇന്ന് ഈ ബിഗ് ബോസ് വീട്ടിൽ ഒരു ചെരുപ്പ് ഫാക്ടറി ഉദയം ചെയ്യും. നൂതില ചെരുപ്പുകൾ എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന ഈ ഫാക്ടറിയുടെ ഉടമയാണ് നൂറ. നൂറ ദി അൾട്ടിമേറ്റ് ചപ്പൽ കിങ് ഓഫ് കേരള. കൃത്യതയും നിയമങ്ങളും യന്ത്രങ്ങളുടെ ശബ്ദങ്ങൾ മുഴങ്ങി കേൾക്കുന്ന ഒരു ഫാക്ടറി. നൂറയുടെ കരുത്തിന്റെയും നിയന്ത്രണത്തിന്റെയും അധീനതയിലായിരിക്കും. 2 ദിവസങ്ങളിലായി നടക്കുന്ന ഈ ടാസ്കിലെ ആദ്യ ഘട്ടമാണ് ഇപ്പോൾ. ചെരുപ്പ് നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയാണ് നൂതില ചെരുപ്പ് കമ്പനി. കുടുംബാംഗങ്ങളിൽ ചിലർ ഈ ചെരുപ്പ് ഫാക്ടറിയിലെ ജോലിക്കാരായിരിക്കും. റബ്ബർ ഷീറ്റിൽ നിന്ന് ഇടതും വലതും പാദങ്ങൾക്കുള്ള സോൾ മുറിച്ചെടുത്ത് തന്നിരിക്കുന്ന ക്ലിപ്പോ പശയോ ഉപയോഗിച്ച് സ്ട്രാപ്പ് സോളിൽ കൽപ്പിക്കുക എന്നതാണ് ഇവരുടെ ജോലി. ഓർഡറുകൾ പലതവണയായി ലഭിക്കുന്നതിനനുസരിച്ച് നിശ്ചിത എണ്ണം ചെരുപ്പുകൾ തന്നിരിക്കുന്ന അതേ മാതൃകയിൽ നിശ്ചിത സമയത്തിനുള്ളിൽ നിർമ്മിക്കണം. ജോലിയുടെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ദിവസവേതനമായി കോയിനുകൾ ലഭിക്കും. ജിഷനായിരിക്കും നൂറയുടെ അസിസ്റ്റന്റ്. ജോലിക്കാരുടെ ആത്മാർത്ഥതയും പണി ചെയ്യാനുള്ള ഊർജ്ജവും ഒക്കെ കൃത്യമായി ശ്രദ്ധിച്ച് നൂറയ്ക്ക് റിപ്പോർട്ട് കൊടുക്കുന്ന ജിഷിന്റെ കർത്തവ്യമാണ്. ജോലിക്കാർ നിർമ്മിച്ച ചെരുപ്പുകളുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിലും നൂറയെ സഹായിക്കുന്നത് ജിഷനായിരിക്കും. നൂറയുടെ കയ്യിൽ ഗോൾഡ് കോയിനുകളും ബ്ലാക്ക് കോയിനുകളും ഉണ്ടാവും. ജോലിയുടെ അവസാനം ജോലിക്കാർക്ക് കോയിനുകൾ നൽകുന്നത് നൂറയാണ്. പണ്ട് മുതൽക്കേ കാശ് സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് നൂറയ്ക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു ഫാക്ടറി സ്വന്തമാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഫാക്ടറിയിലെ ജോലിക്കാർക്ക് കുറച്ച് കോയിനുകൾ മാത്രമേ ദിവസവേതനമായി നൽകുകയുള്ളൂ. പക്ഷേ കൃത്യമായി നൽകും. ആവശ്യപ്പെടുന്ന എണ്ണത്തിലും കൃത്യതയിലും ചെരുപ്പുകൾ നിർമ്മിച്ച് നൽകിയാൽ ഫാക്ടറി ഉടമയായ നൂറ ഇവർക്ക് ഗോൾഡ് കോയിനുകൾ നൽകുന്നതായിരിക്കും. ജോലിക്കാരുടെ പ്രവർത്തനങ്ങളിൽ തൃപ്തിയില്ലെങ്കിൽ നൂറയ്ക്ക് ഇവർക്ക് കറുപ്പ് കോയിനുകൾ നൽകാവുന്നതാണ്. വീക്കിലി ടാസ്കിനുള്ളിൽ ഏറ്റവും കൂടുതൽ കറുപ്പ് കോയിനുകൾ നേടുന്ന വ്യക്തി അടുത്ത ആഴ്ചയിലെ നോമിനേഷനിലേക്ക് നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടും. എന്നാൽ കോയിനുകൾ നൽകണമോ ഉണ്ടയോ എന്നതും ആർക്കൊക്കെ ഏതൊക്കെ കോയിനുകൾ എത്രയൊക്കെ വീതം നൽകണമെന്നതും സർവാധികാരിയായ നൂറയുടെ മാത്രം തീരുമാനമായിരിക്കും. യൂണിഫോം ധരിച്ചുകൊണ്ട് മാത്രമേ ഫാക്ടറിക്കുള്ളിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ടാസ്ക് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും നൂറയെ എപ്പോൾ കണ്ടാലും സല്യൂട്ട് ചെയ്ത് ബഹുമാനിക്കുക. ഗുഡ് ലക്ക് ബിഗ് ബോസ്. ഒപ്പം നമ്മുടെ കമ്പനിയിൽ ആൾക്കാരൊക്കെയാണ് ഞാൻ പറയാം. നൂറ ഫാക്ടറി ഉടമ, ജിഷൻ നൂറയുടെ അസിസ്റ്റന്റ്, അക്ബർ നൂറയുടെയും ജിഷിന്റെയും തൊഴിലാളി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേരെ പ്രതികരിക്കുന്ന യൂണിയൻ ലീഡർ. നൽകിയ ഓർഡർ പ്രകാരം ആരൊക്കെ എത്ര വീതം ചെരുപ്പുകൾ നിർമ്മിക്കണമെന്ന് തീരുമാനിക്കുന്നത് യൂണിയൻ ലീഡറായിരിക്കും. സോൾ മുറിക്കാനായി 2 മെഷീനുകൾ മാത്രമേ ജോലിക്കാർക്ക് ലഭിക്കുകയുള്ളൂ. അത് ആരൊക്കെ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ വിനിയോഗിക്കണമെന്ന് അക്ബറിന് തീരുമാനിക്കാം. തൊഴിലാളികൾ ഷാനവാസ്, ആദില, ഒനീൽ, മസ്താനി, ലക്ഷ്മി, ബിന്നി, അഭിലാഷ്. അതായത് നൂറയുടെ ഒരു ചെരുപ്പ് ഫാക്ടറി. അടുത്ത ടാസ്കിലേക്ക് നിങ്ങളുടെ ഹൗസ് നമ്മുടെ ഹൗസ് ചെരുപ്പ് ഫാക്ടറി മാറിയാണ്. ഓരോരുത്തർക്കും ഉത്തരവാദപ്പെട്ട അനുസരിച്ച് തൊഴിലാളികളുണ്ട്, യൂണിയൻ നേതാവുണ്ട്, നൂറ് അസിസ്റ്റന്റ് ഉണ്ട്. നിങ്ങളാണ് നിയന്ത്രിക്കുന്നത്. അതിൽ നിങ്ങളവർക്ക് ഈ ചെരുപ്പിൽ നമ്മൾ തരും. ഇപ്പോൾ ചെരുപ്പ് ഉണ്ടാക്കണം. ചെരുപ്പ് ഉണ്ടാക്കുന്ന 2 മെഷീനുള്ളൂ. ആ 2 മെഷീൻ ആരൊക്കെ എപ്പോഴൊക്കെ ഉപയോഗിക്കണം എന്നതൊക്കെ അക്ബറിന്റെ തീരുമാനമാണ്. തൊഴിലാളികൾ ചെരുപ്പ് ഉണ്ടാക്കാൻ മനസ്സിലാവും. കട്ട് ചെയ്ത് ഷേപ്പ് കട്ട് ചെയ്ത് സ്റ്റാഫ് ഒഴിപ്പിക്കുക എന്നുള്ളതാണ് ജോലി. ഇതിൽ ആരാണ് ഏറ്റവും മികച്ച രീതിയിൽ പണിയെടുക്കുന്നതനുസരിച്ച് കോയിൻ കൊടുക്കാതിരിക്കാം. അതൊക്കെ നൂറ് ഇഷ്ടമാണ്. ചോദ്യം ചെയ്യാം, അംഗീകരിക്കാം. അതിൽ ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടുന്ന ആൾക്ക് കറുത്ത കോയിൻ കിട്ടുന്ന ആളെ സംബന്ധിച്ച് അവർ നോമിനേഷനിലേക്ക് വരും. ഏകദേശം ഇതാണ് തോന്നുന്നതിന്റെ ഒരു ചുരുക്കം.